നമസ്കാരം. കേരളത്തിന്റെ വികസന ഗാഥകളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ആലപ്പുഴയിലും ഉത്സവ ലഹരി തീർത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെയ് 6 മുതൽ 12 വരെയായിരുന്നു ഈ ജനകീയ മേള. എന്തൊക്കെയായിരുന്നു ആലപ്പുഴയിലെ എന്റെ കേരളം വിശേഷങ്ങൾ? നമുക്ക് നേരിട്ട് കണ്ടറിയാം. ആലപ്പുഴ ബീച്ചിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അധ്യക്ഷനായ ചടങ്ങിൽ നിരവധി ജനപ്രതിനിധികൾ പങ്കെടുത്തു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഏകദേശം 200 സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. പ്രദർശനത്തോടൊപ്പം തൊഴിൽ മേള, കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള സൗജന്യ കൗൺസിലിംഗ്, സംരംഭകർക്കായുള്ള ഹെൽപ്പ് ലൈൻ സെന്റർ, വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ എന്നിവയും മേളയെ സജീവമാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജില്ലകൾ തോറും എന്റെ കേരളം പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 100 കോടിക്കപ്പുറത്തേക്ക് തുകയാണ് അവിടെ മുടക്കിയത്, അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട്. ആദ്യം നീക്കിവെച്ച പണം മാത്രമേ ഉള്ളൂ, പൈസയൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ഈ സർക്കാർ പറഞ്ഞതേയില്ല. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടാൻ തീരുമാനിച്ച് നിശ്ചയിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി 10 മടങ്ങ് പണം വിനിയോഗിച്ചുകൊണ്ടാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നിലപാടെടുത്തത്. അതൊരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ കാര്യമാണ്. അതൊക്കെ പ്രതിഫലിപ്പിക്കും ഓരോരുത്തരും. എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അടക്കം 200 സ്റ്റാളുകളാണുള്ളത്. പ്രദർശനത്തിൽ തൊഴിൽമേള, കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള സൗജന്യ കൗൺസിലിംഗ്, സംരംഭകർക്കായുള്ള ഹെൽപ്പ് ലൈൻ സെന്റർ, വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായ ചടങ്ങിൽ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. സന്ദർശകരെ ആദ്യം സ്വാഗതം ചെയ്തത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളുകളാണ്. 1ാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന വികസന മുന്നേറ്റങ്ങളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ ലഘുവിവരണങ്ങൾ സന്ദർശകർക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഫോട്ടോ കോർണറും വ്യത്യസ്തമായ സെൽഫി കോർണറും ഈ സ്റ്റാളിനെ കൂടുതൽ ജനപ്രിയമാക്കി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സന്ദർശകരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളാണ്. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ പ്രധാന ചുവടുവയ്പ്പുകളുടെ ഫോട്ടോകൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ചെറുവിവരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ സന്ദർശകർക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇവ കൂടാതെ ഫോട്ടോ കോർണറും വ്യത്യസ്തമായൊരു സെൽഫി കോർണറും സ്റ്റാളിൽ സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട്. മെട്രോയുടെ വാട്ടർ മെട്രോ, വിഴിഞ്ഞം വികസന പദ്ധതി, അതുപോലുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇൻ്ററാക്റ്റീവായിട്ടുള്ളൊരു മാതൃക എന്ന് പറയുന്നത് ഒരു 3D റൊട്ടേറ്റിംഗ് ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സർക്കുലർ ആയിട്ടുള്ള വിഷൻ നമുക്ക് ആ വാട്സപ്പിലേക്ക് അയച്ചു തരും. കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ സവിശേഷമായ കൃഷിരീതികളും ജലസേചന സംവിധാനങ്ങളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ജലസേചന വകുപ്പ് ഒരുക്കിയ കാഴ്ചകൾ ശ്രദ്ധേയമായി. അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിന്റെ തകർപ്പൻ വർക്കിംഗ് മോഡലുമായാണ് ജലസേചന വകുപ്പ് മേളയിലെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കുട്ടനാട്ടിൽ എങ്ങനെയാണ് നെൽകൃഷി വിജയകരമായി നടത്തുന്നതെന്ന ഈ മിനിയേച്ചർ രൂപത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു.
പെട്ടിയും പറയും ഉപയോഗിച്ചുള്ള പരമ്പരാഗത കൃഷി രീതിയും ലിഫ്റ്റ് ഇറിഗേഷൻ വഴി പാടശേഖരങ്ങൾ വെള്ളമെത്തിക്കുന്ന രീതിയും കുട്ടനാടൻ പാക്കേജ് സ്കീമിന്റെ ഭാഗമായി മോട്ടോർ തറയുടെ നിർമ്മാണ മാതൃകയും സ്റ്റാളിലെ പ്രധാന ആകർഷങ്ങളായി. അപ്പർ കുട്ടനാടിന്റെ പാടശേഖരത്തിന്റെ പ്രവർത്തന മാതൃകയാണ് ജലസേചന വകുപ്പ് സ്റ്റാളിൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് മേഖലയിൽ എങ്ങനെയാണ് നെൽകൃഷിയും മറ്റും വിജയകരമായി ചെയ്യുന്നുവെന്നതിന്റെ മാതൃകയാണ് കുട്ടനാടിന്റെ മിനിയേച്ചർ രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പെട്ടിയും പറയും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പരമ്പരാഗത രീതിയുടെ മിനിയേച്ചർ മോഡൽ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷി എങ്ങനെയെന്ന് കാണിച്ചു തരുന്നു. കൂടാതെ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി പാടശേഖരങ്ങളിൽ എങ്ങനെ വെള്ളം എത്തിക്കാമെന്നതിനുള്ള മാതൃകയും കുട്ടനാട് പാക്കേജ് സ്കീമിന്റെ പ്രധാന നിർമ്മിതികളിലൊന്നായ മോട്ടോർ തറയുടെ നിർമ്മാണത്തിന്റെ മാതൃകയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് പാടശേഖരത്തിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ തോടിലൂടെ ഒഴുകുന്ന വെള്ളം ലിഫ്റ്റ് ഇറിഗേഷന്റെ ഒരു സ്കീമാണിത്. ഈ സ്കീമിൽ വെള്ളം പമ്പ് ചെയ്തിട്ട് ദൂരെ ഉള്ള പാടശേഖരങ്ങളിൽ കനാൽ വഴി എത്തിച്ചിട്ട് കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡലാണിത്. ഗ്രാമീണ ജനതയുടെ ആശ്രയമായ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും മേളയിൽ സജീവമായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആലപ്പുഴ ജില്ലയിലെ 72 പഞ്ചായത്തുകളിൽ പൂർത്തീകരിച്ച പദ്ധതികളുടെ സമ്പൂർണ്ണ വിവരങ്ങളും മനോഹരമായ മിനിയേച്ചർ മാതൃകകളുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയിരുന്നത്. തൊഴുത്ത് നിർമ്മാണം, കിണർ റീചാർജിംഗ് തുടങ്ങിയ നിരവധി വിജയകരമായ പദ്ധതികൾ ഇവിടെ അവതരിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആലപ്പുഴ ജില്ലയിലെ 72 പഞ്ചായത്തുകളിലായി പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികളുടെ വിശദാംശങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. തൊഴുത്തു നിർമ്മാണം, കിണർ റീചാർജിംഗ് തുടങ്ങി തൊഴിലുറപ്പിന് കീഴിൽ പൂർത്തിയാക്കിയ പദ്ധതികളുടെ മനോഹരമായ മിനിയേച്ചർ മാതൃകകളാണ് സ്റ്റാളിലെ മറ്റൊരു പ്രധാന ആകർഷണം. എന്തെല്ലാം പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാമെന്നതിനെക്കുറിച്ച് ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും അറിവില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അവബോധമുണ്ടാക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്നും സംഘാടക പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് 431 കോടി രൂപയുടെ നേട്ടമാണ് ഉണ്ടായത്. ഏകദേശം 72 പഞ്ചായത്തിലായിട്ട് ചെയ്ത നല്ലിനം പ്രവർത്തികളുടെ ഫോട്ടോസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്ത് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇത് അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ ഫോട്ടോസ് എല്ലാം ശരാശരി ഒരു കുടുംബത്തിന് 75 തൊഴിൽ ദിനങ്ങളോളം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു മാതൃകയുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് ഏറെ ശ്രദ്ധ നേടി. വീട്ടിലുണ്ടാകുന്ന എല്ലാത്തരം മാലിന്യങ്ങളെയും സംസ്കരിച്ച് ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റിന്റെ വർക്കിംഗ് മോഡലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചത്. മാലിന്യം സംസ്കരിക്കുക മാത്രമല്ല, പുറന്തള്ളുന്ന പുക പൂർണ്ണമായും സംസ്കരിച്ച് പുറത്തുവിടാനുള്ള രീതിയും ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാത്തരം മാലിന്യങ്ങളെയും സംസ്കരിച്ച് ഗ്യാസും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റിന്റെ വർക്കിംഗ് മോഡൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചത്. വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുക, അതിൽ നിന്നും വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ഗ്യാസും വൈദ്യുതിയും നിർമ്മിച്ചെടുക്കുക എന്ന് മാത്രമല്ല, ഇവ പുറന്തള്ളുന്ന പുക പൂർണ്ണമായും സംസ്കരിച്ച് പുറത്തുവിടാനുള്ള രീതിയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യം എന്നത് നമ്മുടെ ഉറവിട മാലിന്യ സംസ്കരണമാണ്. അതായത് വീട്ടിലെ മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിച്ച് അതിൽ നിന്ന് നല്ല ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. ഇതൊരു ബയോഗ്യാസ് പ്ലാന്റാണ്. ഇതിനകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും എല്ലാം നിക്ഷേപിക്കുമ്പോൾ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും.
ആ ബയോഗ്യാസ് ഉപയോഗിച്ചിട്ട് വീട്ടിലെ കരിയില, പേപ്പർ തുടങ്ങിയവ ഈ ഫർണസിനകത്ത് കത്തിക്കും. ആ കത്തിക്കുന്നതിലൂടെ ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റിനെ പെൽറ്റിയർ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീടുകളിലേക്ക് TV, ഫോൺ ചാർജ് ചെയ്യുക അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുകയെ നമ്മൾ ഹെപ്പ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്യും. അത് 98.99% കാർബൺ ഡയോക്സൈഡിനെ, കാർബൺ മോണോക്സൈഡിനെ ഫിൽറ്റർ ചെയ്ത് കളയുന്നതാണ്. സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങളുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളും മേളയിൽ താരമായി. IPL വേദികളിൽ ഓടി നടന്ന റോബോട്ടിക് നായ ആലപ്പുഴയിലും കാണികളുടെ മനം കവർന്നു. IPL മത്സര വേദികളിൽ താരമായ റോബോട്ടിക് ഡോഗിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ബെൻ ആലപ്പുഴയിലെ മേളയിലും താരമായി. കാണികൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിച്ചും മലക്കം മറിഞ്ഞും ബെൻ ആരാധകരെ സൃഷ്ടിച്ചു. ഇത് കൂടാതെ ഐറിസ് എന്ന AI റോബോട്ടും വിവിധ തരം ഡ്രോണുകളും സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരുന്നു. IPL മത്സരവേദികളിൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിച്ചും താരമായി മാറിയ റോബോട്ടിക് ഡോഗിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കാണികൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തും അവരോടൊപ്പം ഓടിക്കളിച്ചും മലക്കം മറിഞ്ഞും ആരാധകരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബെൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിക് ഡോഗ്. ഇതുകൂടാതെ ഐറിസ് എന്ന AI റോബോട്ട് ഡ്രോണും മറ്റ് സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ബേസിക്കലി ഒരു മെയിനായിട്ട് നമ്മുടെ ആർമിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡോഗാണ്. ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സർവൈലൻസിന്, പിന്നെ ബോംബ് ഡിഫ്യൂസ് ചെയ്യുക. ഇപ്പോൾ മൈന് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ മുന്നിൽ വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടിക് ഡോഗാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ IPLലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത് ഇപ്പോഴായിരിക്കും IPL. ഇതേപോലെ ജാനുവരിയിൽ നമ്മുടെ പരേഡിനാണെങ്കിലും ഫ്രണ്ടിൽ ഗണ്ണ് പിടിച്ചുകൊണ്ട് പോകുന്ന ഡോഗ്സിനെ കാണാം, റോബോട്ടിക് ഡോഗ്സ്. അതിൽ ആ കാറ്റഗറി പെടുന്ന ഡോഗാണ്. ഇത് യൂണിറ്ററിയുടെ GoTo എന്ന് പറഞ്ഞ മോഡലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആൾക്കാരായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക, പല പല സ്കിൽസ് കാണിക്കുക, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഡ്രിങ്ക്സ്, വാട്ടർ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് നമ്മുടെ പുറകെ നടന്നു വരുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഡോഗ് യൂസ് ചെയ്യാൻ പറ്റും. നാടിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് ജില്ലയിലെ പ്രധാന നിർമ്മിതികളുടെ മനോഹരമായ മിനിയേച്ചർ രൂപങ്ങളുമായാണ് മേളയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പ്രധാന നിർമ്മാണ പ്രവൃത്തികളുടെ അതിമനോഹരമായ മിനിയേച്ചർ രൂപങ്ങളാണ് ഈ സ്റ്റാളിൽ ഒരുക്കിയിരുന്നത്. സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ തുടങ്ങിയ നിരവധി മോഡലുകൾ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഇവിടെ പുനരാവിഷ്കരിച്ചു. ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. ആലപ്പുഴ ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മിനിയേച്ചർ രൂപമാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത മിനിയേച്ചർ രൂപങ്ങളിൽ ചിലതിൽ കലാകാരന്മാരുടെ പാടവം മുഴുവനായി ഉപയോഗിച്ചതുപോലെ തോന്നും. ഒറിജിനലിനെ വെല്ലുന്ന മാതൃകകളാണവ. സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ തുടങ്ങിയ നിരവധി മോഡലുകളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുവഴി ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച പ്രവൃത്തികളും കാഴ്ചക്കാർക്ക് ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നു. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കൊമേഷ്യ കനാലിനെയും വാട കനാലിനെയും ചേർത്തുള്ള 3 കരകളെ ചേർത്ത് ഉണ്ടായിരുന്ന മുപ്പാലം പാലമാണിത്. അതിന് 100 വർഷത്തിന്മേൽ പഴക്കം ഉണ്ടായിരുന്നു. അതിൽ ഓരോ കാരേജ് വേയുടെയും വിട്ട് 5 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഭംഗിയുള്ള പാലമായിരുന്നെങ്കിൽ പോലും അതിൻ്റെ അത്രയും കാലപ്പഴക്കം കാരണവും വീതിയില്ലായ്മ കാരണവും നമുക്കത് പുതുക്കി പണിയേണ്ടതായിട്ടുണ്ടായിരുന്നു. പടഹാരം ബ്രിഡ്ജാണ് ഇത്. നെടുമുടി കരുവാറ്റ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടനാട് നിയോജക മണ്ഡലത്തിലാണ്. AC റോഡിൽ നിന്നും ചമ്പക്കുളം വഴി അമ്പലപ്പുഴ തിരുവല്ല റോഡിലെത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. കുടിവെള്ളത്തിന്റെ പ്രാധാന്യവും ശുദ്ധീകരണ പ്രക്രിയകളും വിശദീകരിച്ച് കേരള വാട്ടർ അതോറിറ്റിയും മേളയുടെ ഭാഗമായി. പുഴ, കുളം പോലുള്ള ജലാശയങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിന് ഒരുക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന
വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മാതൃകയാണ് വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിൽ ഉണ്ടായിരുന്നത്. ജലത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്നത് മുതൽ ശുദ്ധീകരണ പ്രക്രിയയുടെ ഓരോ ഘട്ടവും ഇവിടെ വിശദീകരിച്ചു. ജലശുചീകരണത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത രാസവസ്തുക്കളുടെ സാമ്പിളുകളും അവയുടെ ഉപയോഗക്രമവും സ്റ്റാളിൽ വിശദമാക്കിയിരുന്നു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിലാണ് വാട്ടർ ട്രീറ്റ്മെന്റ് സംവിധാനത്തിന്റെ മാതൃക അവതരിപ്പിച്ചിരിക്കുന്നത്. പുഴ, കുളം പോലുള്ള ജലാശയങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിനൊരുക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന മാതൃകയാണ് സ്റ്റാളിലുള്ളത്. ജലത്തിന്റെ pH മൂല്യം എങ്ങനെ കൃത്യമാക്കാം എന്ന് തുടങ്ങി ശുദ്ധീകരണ പ്രക്രിയയുടെ വിശദീകരണവും സ്റ്റാളിലെത്തുന്നവർക്ക് ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ട്. നമ്മുടെ പുഴയിൽ നിന്ന് എടുക്കുന്ന ജലം ഏരിയേറ്റർ എന്ന ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ജലത്തെ വായുവായിട്ട് ചെറിയൊരു കോണ്ടാക്ട് അതിലുള്ള സ്മോൾ ഗ്യാസസ് ഒക്കെ റിലീസായാലും അയണിൻ്റെ കണ്ടന്റൊക്കെ ഓക്സൈഡൈസ് ആയിട്ട് ഇവിടെ വെച്ച് ആദ്യത്തെ പ്രോസസ്സ് നടക്കും. ഇത്തരം സംവിധാനങ്ങളിലും അല്ലാതെയും ജലശുദ്ധീകരണത്തിന് ഉപയോഗിച്ചു വരുന്ന വ്യത്യസ്ത രാസവസ്തുക്കളുടെ സാമ്പിളുകളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ രാസവസ്തുക്കളുടെ ഉപയോഗക്രമവും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും ഇവർ തന്നെ വിശദമാക്കി തരുന്നു. ആലപ്പുഴ ജല അതോറിറ്റിയുടെ കീഴിൽ 7 ലാബുകൾ വെള്ള പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മെയിൻ ജില്ലാ ലാബ് ഇവിടെ ആലപ്പുഴ ആലശ്ശേരിയിലും, പിന്നെ മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം, ചേർത്തല എന്നീ സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ സബ് ലാബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ജലത്തിൻ്റെ ഗുണമേന്മ അറിയാനായിട്ടുള്ള 18 പാരാമീറ്റർ, മൈക്രോബയോളജി ഉൾപ്പെടെ 18 പാരാമീറ്റേഴ്സ്, NABL അംഗീകാരം ലഭിച്ച പാരാമീറ്റേഴ്സാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിവിധ മാതൃകകൾക്ക് പുറമെ കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയും എന്ന ആശയം മുൻനിർത്തിയുള്ള ഫോട്ടോ കോർണറും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യകൃഷിയിൽ നൂതന സാധ്യതകൾ പരിചയപ്പെടുത്തി ഫിഷറീസ് വകുപ്പും മേളയിൽ ശ്രദ്ധേയമായി. മത്സ്യകൃഷിയിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ നിക്ഷേപ സാന്ദ്രതയും ഉയർന്ന വരുമാനവും നൽകുന്ന മിനി അക്വാപോണിക്സ് കൃഷി രീതിയാണ് ഫിഷറീസ് വകുപ്പ് പരിചയപ്പെടുത്തിയത്. ജലം കുറച്ചു മാത്രം ഉപയോഗിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താമെന്നതും 1 വർഷത്തിൽ തന്നെ 2 തവണ ഉൽപ്പാദനം നടത്താമെന്നതും അക്വാപോണിക്സിന്റെ പ്രത്യേകതകളാണ്. ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള സാഫ് പദ്ധതിയുടെ ഒരു കൊമേഴ്ഷ്യൽ സ്റ്റാളും ഇവിടെ ഉണ്ടായിരുന്നു. ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഫിഷറീസ് വകുപ്പ് മിനി അക്വാപോണിക്സ് കൃഷിരീതി പരിചയപ്പെടുത്തുന്നത്. കുളത്തിലും കെട്ടിടത്തിലും മത്സ്യകൃഷി നടത്തുന്ന രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജലം കുറച്ചു മാത്രം ഉപയോഗിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താനാവുമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കൂടാതെ കുറഞ്ഞ സ്ഥലത്ത് ഉയർന്ന നിക്ഷേപ സാന്ദ്രതയും കൂടുതൽ വരുമാനവും അക്വാപോണിക്സിലൂടെ നേടാം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലത്ത് കൂടുതലായിട്ട് നമുക്ക് മത്സ്യകൃഷി അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും ഉണ്ടാക്കാൻ സാധിക്കും. മത്സ്യത്തിന് തീറ്റ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് തീറ്റയുടെ മത്സ്യത്തിൻ്റെ കാഷ്ടം അടക്കമുള്ള സാധനങ്ങൾ അമോണിയയാണ്. അത് പച്ചക്കറിക്ക് ഗുണപ്രദമാകുന്ന നൈട്രജനായിട്ട് മാറി രണ്ടിനും വളമാകുന്ന രീതിയിൽ ഇതിങ്ങനെ ഒരു റീസർക്കുലേറ്റിംഗ് സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1 വർഷത്തിൽ തന്നെ 2 തവണ ഉൽപാദനം നടത്താനാവും എന്ന മേന്മയും അക്വാപോണിക്സിനുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ തന്നെ സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ പദ്ധതിയുടെ ഒരു കൊമേഴ്ഷ്യൽ സ്റ്റാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മേളയിലെത്തിയവരുടെ നാവിൽ രുചിയുടെ മേളം തീർത്ത ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. വനം വന്യജീവി വകുപ്പിൻ്റേത്. വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള ആനമുടി വനവികസന ഏജൻസി, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഫുഡ് സ്റ്റാളിൽ ഔഷധ ഗുണമുള്ളതും വ്യത്യസ്തവുമായ വിഭവങ്ങളാണ് ഒരുക്കിയത്. നറുനീണ്ടി ചായ, റാഗി ലഡു, മുളയേരി പായസം, കാച്ചിൽ, ചേമ്പ് മീൻകറി തുടങ്ങിയ 12ഓളം വിഭവങ്ങളും രക്തചന്ദനം, മറയൂർ ശർക്കര തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള ആനമുടി വനവികസന ഏജൻസി, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഫുഡ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. ഔഷധ ഗുണമുള്ളതും വ്യത്യസ്ത ഇനങ്ങളുമായ വിഭവങ്ങളാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. നറുനീണ്ടി ചായയാണ് ഇതിലെ ശ്രദ്ധാകേന്ദ്രം. റാഗി ലഡു, മുളയേരി പായസം, കാച്ചിൽ, ചേമ്പ്, മീൻകറി തുടങ്ങി 12ഓളം വിഭവങ്ങൾ ഇവിടെയുണ്ട്. രക്തചന്ദനം, മറയൂർ ശർക്കര കൂടാതെ മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്റ്റാളിൽ നിന്ന് ലഭിക്കും. എത്നിക് ഫുഡ് കോർട്ടാണ് ശരിക്കും ഇതിൻ്റെ പേര്.
അപ്പോൾ ഇവിടെ നമ്മൾ റാഗി ലഡു, നറുനീണ്ടി ചായ, അതുപോലെ ബട്ടർ ബീൻസിൻ്റെ മോസ, പിന്നെ എത്തനിക് കോംബോ ഉണ്ട്. അതിൽ കാച്ചിൽ, ചേമ്പ്, കപ്പ, കാന്താരി ചമ്മന്തി, ബട്ടർ ബീൻസ് ചിക്കൻ, ഇങ്ങനെയൊക്കെയാണ് ഫുഡിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ നമ്മൾ അവിടെ മറിയ ശർക്കരയുണ്ട്, നല്ല കാട്ടുതേനുണ്ട്, പുൽത്തൈലം, യൂക്കലിപ്റ്റസ് ഓയിൽ, അതുപോലെ സ്ക്വാഷസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന റാഗി പൊടിച്ചതുണ്ട്, റാഗി ഗ്രെയിൻ ഉണ്ട്, മഞ്ഞൾ അവിടെ കൃഷി ചെയ്യുന്ന മഞ്ഞൾ പൊടിച്ചതുണ്ട്, അതുപോലെ സാൻഡിൽ സോപ്പ്, ചങ്ങലമരൻ്റെ അച്ചാർ, ഇതുപോലുള്ള പ്രൊഡക്ട്സാണ് നമ്മളിവിടെ വിൽക്കുന്നത്. വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പും വ്യത്യസ്തമായ ആശയങ്ങളുമായാണ് മേളയിലെത്തിയത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്റ്റാളിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് സ്ഥാപിച്ചിരുന്നു. വകുപ്പിന്റെ ഏതൊരു സ്കീമിന്റെയും ഗുണഭോക്താക്കൾക്ക് ശരിയായ സേവനം ലഭിച്ചില്ലെങ്കിൽ പരാതിയുമായി എഴുതി നിക്ഷേപിക്കാം. സുനിത വില്യംസിനൊപ്പം നിന്ന് സെൽഫി എടുക്കാവുന്ന പോയിന്റും കുട്ടികൾ വരച്ച ചിത്രങ്ങളാൽ അലങ്കരിച്ച സ്റ്റാളും സ്മാർട്ട് അംഗനവാടികളുടെ മോഡലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്റ്റാളിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് ഉണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഏതൊരു സ്കീമിന്റെയും ഗുണഭോക്താക്കൾക്ക് ശരിയായ രീതിയിലുള്ള സേവനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അത് പരാതിയായി എഴുതി ഈ ബോക്സിൽ നിക്ഷേപിക്കാം. അതിനുള്ള പരിഹാരം ഉടനടി തന്നെ ഉണ്ടാകും. സുനിത വില്യംസിനോടൊപ്പം എന്ന പോലെ ഒരുക്കിയ സെൽഫി പോയിന്റും കുട്ടികളെ ആകർഷിക്കുന്നതാണ്. നാളത്തെ കുട്ടികൾക്ക് പ്രചോദനമേകുന്ന രീതിയിൽ സുനിത വില്യംസിനൊപ്പം നിന്നൊരു സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫി പോയിന്റാണ് ഞങ്ങളുടെ ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കംപ്ലൈന്റ് ബോക്സ് ഉണ്ട്. ഞങ്ങൾ ഏതൊരു സ്കീമിന്റെയും ഗുണഭോക്താക്കൾക്ക് ശരിയായ രീതിയിലുള്ള സേവനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാളിൽ സ്ഥാപിച്ചിട്ടുള്ള കംപ്ലൈന്റ് ബോക്സിൽ അവർക്ക് കംപ്ലൈന്റ്സ് എഴുതിയിടാം. അതിന് പരിഹാരം ഞങ്ങൾ കണ്ടെത്തുന്നതാണ്. പിന്നെ ക്വിസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, അതിന് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് QR കോഡിലൂടെ ഞങ്ങൾ ഒരു വിവരശേഖരണം, ഞങ്ങൾ സ്റ്റാൾ സന്ദർശിക്കുന്നവരുടെ വിവരശേഖരണം നടത്തി പോകുന്നുണ്ട്. പിന്നെ അംഗൻവാടി എന്താണ്, സ്മാർട്ട് അംഗൻവാടി എന്താണ്, ഇന്നത്തെ കാഴ്ചപ്പാടിൽ പഴയ രീതിയിലുള്ള അംഗൻവാടികളല്ല, സ്മാർട്ട് അംഗൻവാടികളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. കുട്ടികൾ വരച്ച ചിത്രങ്ങളാൽ അലങ്കരിച്ച സ്റ്റാളും സ്റ്റാളിൽ തയ്യാറാക്കിയ സ്മാർട്ട് അംഗനവാടിയുടെ മോഡലും മേളയിൽ ശ്രദ്ധയാകർഷിക്കുന്നു. ഒരാഴ്ചക്കാലം ആലപ്പുഴയ്ക്ക് ഉത്സവ ചായ പകർന്ന് എന്റെ കേരളം മേള മെയ് 12 സമാപിച്ചു. സമാപന സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നോക്കിക്കാണാൻ കഴിയുന്ന നിലയിലുള്ള മാറ്റം, അതല്ലാതെ കല്ലിടാൻ പോകുന്നു, വരാൻ പോകുന്നു എന്നുള്ളതല്ല, പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാൻ പോകുന്നതുമാണ്. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റിന്റെ അവസാന വർഷത്തിലേക്ക് കിടക്കുകയാണ്. സാധ്യമായതേ ഉള്ളൂ. ഏത് തടസ്സമുണ്ടെങ്കിലും ഏത് തർക്കമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ മാറ്റത്തിനാണ് ഈ കേരളത്തില് ഈ 9 വർഷക്കാലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നിശ്ചയമായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ കടന്നുപോയത്. ഞാനും വരാം തൃശൂർ പൂരം കാണാം, ഞാനും വരാം തൃശൂർ പൂരം കാണാം. അറിവും വിനോദവും വിപണന സാധ്യതകളും ഒരുമിപ്പിച്ച എന്റെ കേരളം ആലപ്പുഴ പതിപ്പ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നാടിന്റെ വികസന മുന്നേറ്റങ്ങൾ പങ്കുവയ്ക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു.